ഹായ് ഐ എം ഡോക്ടർ നിസാർ, കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അതായത് കാലിലെ രക്തക്കുഴലുകളിലുള്ള രക്തോട്ടക്കുറവ് കാരണം ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. ഹാർട്ടിൽ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അത് ശരിയാക്കും. അതേപോലെ തന്നെ ഈ കാലിലെ രക്തക്കുഴലുകൾക്ക് നമുക്ക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അത് തുറക്കുക ചെയ്യുന്നത്. ഈ ഒരു മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിക്കവാറും ഈ മുറിവായി വരുന്ന രോഗികളിലാണ് എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നത്. ഈ മുറിവ് മേലോട്ട് കയറി പോകാതെ ഉണങ്ങി വരണമെങ്കിൽ കാലിലോട്ടുള്ള രക്തോട്ടം നമ്മൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി കാലിലെ ഞരമ്പിൽ ചെറിയ സൂചി വെച്ച് ആ ബ്ലോക്കുള്ള ഭാഗം ചെറിയ ബലൂൺ വെച്ച് വികസിപ്പിച്ച് രക്തോട്ടം കൂട്ടുന്ന രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. ഇത് ചെയ്തു കഴിഞ്ഞാൽ രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ രോഗിയുടെ ആ മുറിവ് ഉണങ്ങി സാധാരണ ജീവിത രീതിയിലോട്ട് അവർക്ക് മടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതി നമ്മൾ ഇന്റർവെൻഷൻ റേഡിയോളജി അതുപോലെ വാസ്കുലർ സർജറി എന്നീ ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. കാലിലോട്ടുള്ള രക്തോട്ടക്കുറവ് കാരണം നമുക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സിംറ്റംസ് ഉള്ള ആളുകൾ അവരെ ഫിസിഷ്യനെ അല്ലെങ്കിൽ അവരെ സർജനെ കണ്ട് രക്തോട്ടം പുനഃസ്ഥാപിക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവർ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു പോകാവുന്നതാണ്.